2027 സെൻസസ് അനുബന്ധിച്ച സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനുള്ള സമയപരിധി ജൂൺ 16 മുതൽ 2026 ജൂൺ 30 വരെയാണ്. ഇതിനായി se.census.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ വെബ്സൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിക്കുക. സെൻസസിന് നമ്മൾ പരിഗണിക്കുന്നത് സെൻസസ് കാലയളവായ ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. അതിൽ പ്രവാസികൾ ഉൾപ്പെടുന്നില്ല. മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ മൊബൈൽ നമ്പർ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റൊരു സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനോ സാധ്യമല്ല. OTP എൻ്റർ ചെയ്യുമ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പരിചിതമായ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്നുള്ള ഓപ്ഷൻ വെച്ച് സെലക്ട് ചെയ്യുക. OTP വെരിഫൈ ചെയ്യുക. തുടർന്നുള്ള മെനുവിൽ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ വിവരങ്ങളാണ് നൽകേണ്ടത്. ഹൗസ് ഹോൾഡിൻ്റെ ലൊക്കേഷൻ വിവരങ്ങൾ. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം പിൻകോഡ് കൂടി നൽകുക. അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ വിവരങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലഭ്യമെങ്കിൽ അത് നൽകുക. അല്ലെങ്കിൽ തൊട്ടടുത്ത മറ്റെന്തെങ്കിലും ലാൻഡ്മാർക്കിൻ്റെ വിവരങ്ങൾ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ താഴെ വരുന്ന മെനുവിൽ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ്റെ മേലേക്ക് ഒരു പിൻ പോയിൻ്റ് പോലെയാണ് വരിക. അത് ഡ്രാഗ് ചെയ്ത് കൃത്യമായ ലൊക്കേഷനിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ വരുന്ന ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേമും തുടർന്ന് യെസ്സും നൽകി മുന്നോട്ട് പോവുക. നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ നിലം, ചുമർ, മേൽക്കൂര തുടങ്ങിയ വിവരങ്ങളാണ് തുടർന്ന് നൽകേണ്ടത്. നിങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള സാമഗ്രികൾ എന്നിവയാണ് ഇതിൽ കൂടുതലായി നൽകേണ്ടത്. വെട്ടുകല്ല് കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടമാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രിക്ക് പാക്ഡ് വിത്ത് മോർട്ടാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. റൂഫ് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ എന്താണോ ഉള്ളത്, ഏറ്റവും പുറംഭാഗത്ത് എന്താണോ ഉള്ളത് ആ വിവരമാണ് നൽകേണ്ടത്. താമസ സൗകര്യം നല്ലതെങ്കിൽ ഗുഡ് എന്ന് കൊടുത്ത് സബ്മിറ്റ് നൽകുക. അതിനുശേഷം വരുന്ന മെനുവിൽ വീട്ടിൽ നിലവിലുള്ള സെൻസസ് കാലയളവിൽ ഉണ്ടാകുന്ന ആളുകളുടെ വിവരങ്ങളാണ്, താമസിക്കുന്ന ആളുകളുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. പ്രവാസികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതില്ല. കുടുംബനാഥൻ്റെയോ നാഥയുടെയോ ജെൻഡറും ജാതി സംബന്ധിച്ച വിവരങ്ങളും നൽകുക. SC, ST എന്നിവ കേരളത്തിൽ ഷെഡ്യൂൾ ചെയ്ത ലിസ്റ്റിലുള്ളവയാണെങ്കിൽ മാത്രം നൽകുക. മറ്റുള്ളവയെല്ലാം അതർ എന്ന കാറ്റഗറിയിൽ നൽകുക. നിങ്ങളുടെ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നൽകുക. താമസിക്കുവാൻ യോഗ്യമായ റൂമുകളുടെ എണ്ണമാണ് നൽകേണ്ടത്. അടുക്കള, ബാത്റൂം, സ്റ്റോർ റൂം, വരാന്ത എന്നിവ ഒഴിവാക്കേണ്ടതാണ്. സെൻസസ് കാലയളവിലുള്ള ആളുകളുടെ വിവരമാണ് ശേഖരിക്കുന്നതിനാൽ ദമ്പതികളിൽ ഒരാൾ മറ്റൊരു സ്ഥലത്താണ് സെൻസസ് കാലയളവിൽ ഉള്ളതെങ്കിൽ ദമ്പതികളുടെ വിവരം കൊടുക്കേണ്ടതില്ല. നിലവിൽ താമസിക്കുന്ന ദമ്പതികളുടെ വിവരം കൊടുക്കുക. തുടർന്ന് പ്രൊസീഡ് നിൽക്കുക. ഇനി വീട്ടിലുള്ള സൗകര്യങ്ങളാണ് നൽകേണ്ടത്. കിണറാണെങ്കിൽ അത് നൽകുക. ജലനിധി പോലുള്ള ട്രീറ്റ് ചെയ്ത പൈപ്പ് ലൈൻ സംവിധാനമാണെങ്കിൽ അവ നൽകുക. KSEB കണക്ഷൻ്റെ കൂടാതെ സോളാർ കണക്ഷൻ ഉണ്ടെങ്കിൽ സോളാർ എന്ന ഓപ്ഷൻ നൽകേണ്ടതാണ്. സെപ്റ്റിക് ടാങ്ക് എന്ന നിർവചനത്തിൽ വരുന്നത് ക്ലോസ് ചെയ്തിട്ടുള്ള വാട്ടർ സീപ്പേജ് ഇല്ലാത്ത റെഡിമെയ്ഡായിട്ടുള്ള ഫൈബർ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ളവയാണ്. കെട്ടിയുണ്ടാക്കിയ സെപ്റ്റിക് ടാങ്കുകളാണെങ്കിൽ അവ മറ്റുള്ളവ അല്ലെങ്കിൽ അതർ സിസ്റ്റം എന്നതിലേക്ക് നൽകേണ്ടതാണ്. തുടർന്ന് വീട്ടിൽ നിന്നുള്ള മറ്റു മലിനജലങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകമായി കുഴി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവ ക്ലോസ്ഡ് ഡ്രെയിനേജ് എന്നതിലേക്കും പറമ്പിലേക്കോ മറ്റ് സ്രോതസ്സുകളിലേക്കോ ഒഴുക്കി വിടുകയാണെങ്കിൽ അവ ഓപ്പൺ ഡ്രെയിനേജ് എന്നും കൊടുക്കേണ്ടതാണ്. ബാത്റൂം സൗകര്യങ്ങളുടെ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. നിങ്ങൾക്ക് LPG കണക്ഷൻ ഉണ്ടെങ്കിൽ LPG കണക്ഷൻ അടുക്കളയിൽ തന്നെ ആണെങ്കിൽ ആ വിവരങ്ങൾ നൽകുക. പ്രധാന ഇന്ധന സ്രോതസ്സ്, കുക്കിങ്ങിനുള്ള പ്രധാന ഇന്ധന സ്രോതസ്സ് LPG ആണെങ്കിൽ അവ നൽകുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ അത് ശ്രദ്ധിച്ച് നൽകുക. റേഡിയോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം, ഒറിജിനൽ റേഡിയോ ആണെങ്കിൽ ട്രഡീഷണൽ റേഡിയോ സെറ്റ് എന്നും, മൊബൈൽ ഫോണിലൂടെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എന്നും നൽകേണ്ടതാണ്. ടെലിവിഷൻ ആണെങ്കിൽ
കേബിൾ കണക്ഷൻ ഉൾപ്പെടെ അതേപോലെ ഫൈബർ നെറ്റ്വർക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അതർ ഓപ്ഷൻസ് എന്നിവ നൽകേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് സ്വന്തമായോ നിങ്ങളുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള മറ്റാർക്കെങ്കിലുമോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ യെസ് കൊടുക്കേണ്ടതാണ്. മറ്റ് സൗകര്യങ്ങൾ എന്തെല്ലാം ആണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്തു വരുന്നതാണ്. അതിൻ്റെ താഴെ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്യുക. എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ ബാക്ക് ആൻഡ് കറക്റ്റ് എന്നുള്ളതിൽ തിരുത്തുക. ശരിയാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID അഥവാ SEID ലഭിക്കുന്നതാണ്. ഈ SEID വളരെ പ്രധാനപ്പെട്ടതായതിനാൽ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്യൂമറേഷൻ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇമെയിൽ ID-യിലേക്കും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്കും SMS ആയും ഈ SEID ലഭിക്കുന്നതാണ്. എന്യൂമറേറ്റർ വരുന്ന മുറയ്ക്ക് ജൂലൈ 1 മുതൽ സെൻസസ് ഡ്യൂട്ടികൾക്കായി എന്യൂമറേറ്റർമാർ ഓരോ വീടും സന്ദർശിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന എന്യൂമറേറ്റർക്ക് ഈ SEID നൽകേണ്ടതാണ്. അവരുടെ ബ്ലോക്കിൽപ്പെട്ട SEID ആണെങ്കിൽ നിങ്ങൾ നൽകിയ വിവരങ്ങൾ അതിൽ തെളിഞ്ഞു കാണുകയും അവർ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. ഉത്തരങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുകയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ്. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുമ്പോൾ സെൻസസ് നടപടി പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്.